ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്, എന്തിനാണ്, ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ചാനലുകൾ തുറന്നാൽ ഈ വാർത്തകൾ മാത്രമേ ഉള്ളൂ. നടന്മാർ പീഡിപ്പിച്ചത്, അത് തുറന്നു പറയാൻ സ്ത്രീകൾ തയ്യാറായി. മുമ്പൊക്കെ നമുക്ക് ഇവരുടെ പേരുകൾ അറിഞ്ഞില്ല. അക്കൂട്ടത്തിൽ ചിലർ, അത് നമുക്ക് വേണ്ടപ്പെട്ട, നമ്മൾ ഇഷ്ടപ്പെടുന്ന പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുകേഷ് രാജിവെച്ചത് അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണത് കൊടുക്കാത്തത്? രാജിവെച്ചോ? ആര് പറഞ്ഞു? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ചുമ്മാ വായിട്ടലിക്കാറുള്ളൂ. ഇതൊക്കെയാണ് പറയുന്നത്. മുകേഷ് രാജിവെച്ചത് ഈ നിമിഷം വരെ, ഇപ്പം എത്ര മണിയായി, ഞങ്ങളിത് സംസാരിക്കുന്ന സമയം വരെ മുകേഷ് രാജിവെച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്നോ നാളെയോ വയ്ക്കുമായിരിക്കാം. രാജിവെക്കാൻ പോലും സമ്മതിക്കണ്ടേ? ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞൊക്കെ വലിയ കേസ് ഉണ്ടാക്കിയ സിദ്ദിഖ് രാജിവെച്ചു, പറയുമ്പോഴേക്കും രാജിവെച്ചു. രഞ്ജിത്ത് രാജിവെച്ചു. ഇനി പലരും രാജിവെക്കാൻ പോകുന്നു. മുകേഷൻ രാജിവെക്കാൻ തയ്യാറായി വക്കീലിനെ കാണാൻ പോയതാണെന്ന് ആലോചിക്കണം. എറണാകുളത്ത്, അതായത് ദിലീപിൻ്റെ കേസ് വാദിക്കുന്ന ഒരു വക്കീലിനെ കണ്ട് മുൻകൂർ ജാമ്യം എടുക്കാൻ പോയതാണ് ഇവിടുന്ന് മുകേഷ്. അവിടെ ചെന്നപ്പോഴാണ് പാർട്ടി നേതൃത്വം, പാർട്ടികൾ, ഇപ്പം LDF എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, ഒരു പ്രത്യേക പാർട്ടിയെ പറയുന്നില്ല, രാജിവെക്കേണ്ട ആവശ്യമില്ല. എന്തിന് രാജിവെക്കണം? കോൺഗ്രസിൻ്റെ MLA രാജിവെച്ചിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ MLA അതാ മനസ്സിലാവാത്തത്. കോൺഗ്രസും LDF-ഉം CPM-ഉം CPI ഒക്കെ ഒന്നാണോ? അല്ലല്ലോ. രണ്ടൊന്ന് UDF, ഒന്ന് LDF ഒന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ കോൺഗ്രസ് MLA പേര് വന്നേ ആരോപണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. ഇതങ്ങനെയല്ല. ഇത് ഒരു സഹോദരി എന്നാ പറയുള്ളൂ, വേറെ ഒരു തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ. ഒരു സഹോദരി വന്ന് എത്ര പേരുടെ കാര്യം പറഞ്ഞത്, അതും ഇങ്ങനെ വലിച്ച് കീന്തിയ കാര്യങ്ങളാണ് സിനിമാ ലോകത്തെക്കുറിച്ച് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് മുകേഷിൻ്റെ രാജി തൽക്കാലം വേണ്ട എന്ന് ആരൊക്കെ? LDF-ൻ്റെ കൺവീനർ EP ജയരാജൻ. അറിയാലോ, അദ്ദേഹത്തിൻ്റെ കാര്യം അറിയാം. അദ്ദേഹം ഇങ്ങനെ വാ തുറക്കുന്നത് മണ്ടത്തരം പറയും. മണ്ടത്തരമൊന്നുമല്ല, ഇങ്ങനെ, അതായത് അഹങ്കാരം കൊണ്ട്, വേറെ വല്ല LDF കൺവീനർക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ പുറകിൽ ശക്തരായ ഒരു പാർട്ടിയിലുണ്ട് എന്നുള്ള ബോധം കൊണ്ടാണ്. ഇപ്പം എല്ലാവരും പറഞ്ഞ അങ്ങനെയാണത്. അത് CPI-ക്കാർക്ക്, അത് CPI-യുടെ ആനി രാജ എപ്പോഴും തൻ്റെ അടുത്തുള്ള കൂടി കാര്യങ്ങൾ പറയാറുണ്ട്. പ്രകാശ് ബാബു പറഞ്ഞു, ബിനോയ് വിശ്വം, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കണം. അതായത് ഈ മുകേഷ് ഗവൺമെൻറ്റിനും മുന്നണിക്കും ദോഷമില്ലാത്ത രീതിയിൽ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നർത്ഥം എന്താ? പച്ചയായിട്ട് രാജിവെക്കണം തന്നെയല്ലേ? രാജിവെച്ചോ? CPI തീരുമാനം എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അതായത് ഇതിൽ മുകേഷ് രാജിവെക്കണമെന്നൊരു തീരുമാനം എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അത് അവരെന്തെങ്കിലും പറഞ്ഞാലും പറയാമല്ലോ. അവർ പറഞ്ഞില്ലെങ്കിൽ, അവർ ഈ കാര്യത്തിൽ പച്ചയായിട്ട് മുകേഷ് രാജിവെക്കണമെന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ ആ പാർട്ടിക്ക് തന്നെയാണ് കുഴപ്പം. CPM-നൊരു കുഴപ്പവും വരില്ല. കാരണം CPM-യുടെ വലിയ പാർട്ടിയാണ്. എന്ത് പ്രശ്നമുണ്ടായാലും അവർക്ക് അവരുടെ പാർട്ടിയെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടെന്ന് ആലോചിക്കണം. ഈ CPI ഒരു ചെറിയ പാർട്ടിയായിട്ടുള്ള അന്തസ്സ് ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കണം. ആ അന്തസ്സ് സൂക്ഷിക്കേണ്ടത് ഇപ്പോഴുള്ള സെക്രട്ടറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും അധികാരമാണെന്ന് അറിയിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തേക്കുക. പറഞ്ഞു വന്ന് ഇയാൾ എപ്പോൾ രാജിവെക്കുന്നുള്ളതാണ്. രാജിവെക്കുന്നതിന് മുമ്പ് തെളിയിച്ച കാര്യങ്ങളുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നത്, സത്യത്തിൽ ഇതിന് പുറകിൽ മറ്റ് പെണ്ണുങ്ങളൊന്നും അല്ല. അത് കുറേ ഉണ്ടായിരിക്കാം. സ്വന്തം ഭാര്യയുടെ കണ്ണീര്, സരിത, ദക്ഷിണേന്ത്യയിലെ ശക്തയായൊരു നടി, അവരുടെ കണ്ണീര്, അവരുടെ മക്കളുടെ കണ്ണീര്, പിന്നെ അത് കഴിഞ്ഞ് നിയമപ്രകാരം 2ാം കെട്ട് പ്രശസ്ത നർത്തകി മേതിൽ ദേവികയുടെ കണ്ണീര്. അപ്പോൾ ചോദിക്കും, ദേവിക കണ്ണീരും ഉണ്ടായിട്ടില്ല, ദേവിക കുറ്റവും പറഞ്ഞിട്ടില്ല. അത് അവരുടെ അന്തസ്സ്. ഞാൻ ഈ 2 പേരെയും കുറിച്ച്, ഈ 2 കല്യാണത്തെയും കുറിച്ച് എനിക്ക് പറയാനുള്ള സോഴ്സ് ഉണ്ടെന്ന് ആലോചിക്കണം. കാരണം ഒന്ന്, ഞാൻ മംഗളം ഗ്രൂപ്പിൽ എഡിറ്ററായിരുന്നപ്പോഴാണ് മേതിൽ ദേവിക മുകേഷുമായിട്ടുള്ള കല്യാണം നടന്നത്. സരിത വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, അതായത് മുകേഷ് ഈ നടനായി കൊക്കി തുടങ്ങിയ സമയത്താണ്
ദക്ഷിണേന്ത്യയിൽ പ്രഗത്ഭ നടിയായത് സരിതെന്ന് ആലോചിക്കണം. കറുപ്പാണ് എങ്കിലും അഴക്, മനസ്സും അവരുടെ അങ്ങനെയായിരുന്നു ആലോചിക്കണം. നല്ല പെരുമാറ്റമായിരുന്നു. അങ്ങനെയുള്ളവർ ഇവർ പ്രണയിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മലമ്പുഴ ഗസ്റ്റ് ഹൗസിലത്തെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശരിക്കും ഈ വാർത്ത സ്പ്രെഡ് ചെയ്തത് പ്രതാപചന്ദ്രൻ നിർമ്മിച്ച കാട്ടുതീ എന്ന സിനിമ, അത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഷൂട്ടിംഗ് ഉണ്ടായിരുന്നല്ലോക്കണം. അവിടെയാണത്. അവിടെ ഈ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ ഷോട്ട് റെഡി ആകുമ്പോൾ ഇവരെ വിളിക്കും. അങ്ങനെ ഷോട്ട് റെഡി ആയപ്പോൾ ഈ രണ്ടുപേരും വിളിച്ചപ്പോൾ കണ്ടില്ല. വിളിച്ചപ്പോൾ രണ്ടുപേരും ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് ഒരുമിച്ചാണ് വിളി കേട്ടതെന്ന് അറിയാം. അപ്പോഴാണ് പ്രതാപേന്ദ്രൻ പറഞ്ഞത്, മക്കളെ കൈവിട്ടുപോയി, ഇതാ പ്രണയിക്കുന്നു എന്നുള്ള ഫ്ലാഷ് കൊടുത്തോ എന്ന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞതെന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞു. കല്യാണം കഴിക്കില്ല എന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ സരിത പറഞ്ഞ കാര്യങ്ങൾ എന്താ? കണ്ണീരായിരുന്നു, ദ്രോഹിക്കാറുണ്ടായിരുന്നു, മർദ്ദിക്കാറുണ്ടായിരുന്നു. അവർ കുറേ കാര്യങ്ങൾ പിന്നെ പറഞ്ഞു എന്നായിരിക്കണം. പക്ഷെ ഒരു ക്യാമറയ്ക്ക് മുന്നിലും ഒരു മാധ്യമ സുഹൃത്തിനോടും അവർ പറഞ്ഞിട്ടില്ല. പറയുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യം എന്നോടായിരിക്കും അവർ പറയാമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല എന്നാലോചിക്കണം. അത്രയും സിനിമയിൽ പത്രക്കാർ നിലയ്ക്കുള്ള അടുപ്പം അന്നുണ്ടായിരുന്നല്ലോക്കണം. അന്ന് ഓ മാധവൻ സഖാവ്, ഞങ്ങൾ അങ്ങനെ പറയുള്ളൂ, ഓ മാധവൻ നാടകാചാര്യനാണ്, ഏറ്റവും നല്ല നടനുള്ള സിനിമയിൽ അഭിനയിച്ച അവാർഡൊക്കെ കിട്ടിയതൊക്കെ ശരി തന്നെ. ഞങ്ങൾ സഖാവ് എന്ന് വിളിക്കുമ്പോൾ ആ സഖാവ് പൂർണ്ണ അർത്ഥത്തിലാണ് വെള്ളം ചേർക്കാത്ത, കള്ളമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതാണത്. അതിന് യോഗ്യനൊന്നുമല്ല മുകേഷ്. വേറെ കാര്യം, മുകേഷ് കമ്മ്യൂണിസ്റ്റും അല്ല എന്നാലോചിക്കണം. തൻ്റെ മകൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും മനസ്സിലാക്കിയ പ്രിയപ്പെട്ട അച്ഛൻ അന്ന് സരിതയോട് പറഞ്ഞതാണ്, മോളെ ഞാൻ മരിക്കുന്നത് വരെ ഒന്നും പുറത്തു പറയരുത്, കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞതായിട്ടാണ് സരിത പറഞ്ഞതെന്നാലോചിക്കണം. അത് അദ്ദേഹത്തിൻ്റെ മരണം വരെ സരിത കാത്തു സൂക്ഷിച്ചു നോക്കി. പിന്നീടാണ് ഈ മേതിൽ ദേവികയെ കല്യാണം കഴിച്ചു. പലരും ചോദിച്ചു ഇതെങ്ങനെ കിട്ടി? ഈ നമ്മളൊക്കെ അന്ന് പലരും പറഞ്ഞു, ഈ മാണിക്യത്തെ ഇങ്ങനെ ഇയാൾക്ക് കിട്ടി, ഇയാളുടെ സ്വഭാവം അറിയുന്ന ആൾക്കാർ ഒന്നും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച്. അത് കിട്ടിയതെങ്ങനെയാണ്? കാരണം പെരുമാറ്റത്തിൽ, മുകേഷിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ ആരും വീണു. നമ്മൾ ഈ വല വീശാന്നൊക്കെ പറയില്ലേ എന്ന പോലെ. അപ്പോൾ കുറച്ച് കാലത്തേക്ക് കേരള സംഗീത അക്കാദമിയുടെ ചെയർമാനായിരുന്നു. അതിലൊരു ബോർഡ് മെമ്പറായിരുന്നു മേതിൽ ദേവിക എന്നാലോചിക്കണം. മേതിൽ ദേവിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുടുംബത്തിൻ്റെ, നായർ ഫാമിലിയിലെ അംഗമാണ്. അതായത് പ്രശസ്ത എഴുത്തുകാരൻ VK-ൻ്റെ അടുത്ത ബന്ധുവാണെന്ന് ആലോചിക്കണം. പിന്നെ മേതിൽ രവി മലയാള സാഹിത്യത്തിൽ പുതിയ മാറ്റങ്ങളുണ്ടാക്കിയ, എഴുത്തിൻ്റെ മാറ്റങ്ങളുണ്ടാക്കിയ എഴുത്തുകാരൻ്റെ അടുത്ത, ഇങ്ങനെ അങ്ങനൊരു സാഹിത്യ കുടുംബമാണ്, കലാകുടുംബമാണ്, പാരമ്പര്യ കുടുംബമാണ്. അതിനെല്ലാം ഒരു നല്ല കുടുംബമാണ്, പേരെടുത്താണെന്ന് ആലോചിക്കണം. നർത്തകി എന്ന ലോക പ്രശസ്തയായ നർത്തകി എന്നാലോചിക്കണം. അങ്ങനെയാണ് ഇവരെ കല്യാണം. ഇവരെ കല്യാണത്തിന് ഒരു പ്രത്യേകത, ഇത് ആരെ അറിയിച്ചിരുന്നില്ല എന്നാലോചിക്കണം കല്യാണം. അന്ന് എനിക്ക് പാലക്കാട് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഇവർ കല്യാണം നടക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ആ കല്യാണം അപ്പം തന്നെ ഞങ്ങൾ ഫോട്ടോഗ്രാഫ് അയച്ചു എടുത്തു, മാറ്റി വെച്ച്, കവർ മാറ്റി വെച്ചിട്ട് ഇവരുടെ കവറടിച്ചിട്ടാണ് ഞങ്ങൾ ആ ലക്കം ഇറക്കിയത് നിലയ്ക്കണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ്. അവർ വളരെ സന്തോഷകരമായിട്ടാണ് പോയിരുന്നത്. അവരൊരുമിച്ച് അവർ രണ്ടുപേരുടെ പേരിലും വീട് വെച്ച് തിരുവനന്തപുരത്ത്. ഇവർ പ്രത്യേകം നാടകങ്ങൾ ഒരുമിച്ച് അവതരിപ്പിച്ചു. അപ്പോഴൊക്കെ ആൾക്കാർ ചിന്തിച്ച് നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയണ പോലെ എന്ന് വിചാരിച്ചിരുന്നേ. ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേരും വേർപിരിഞ്ഞു. ആ വേർപിരിൻ്റെ സുഖം പറയുന്നത് ഒരിക്കലും മേതിൽ ദേവിക മുകേഷിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാലോചിക്കണം. ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നില്ല എന്നാലോചിക്കണം. അവരൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എല്ലാം എനിക്കറിയാം. എല്ലാം അറിയാമെന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ടു. അപ്പോൾ ഈ രണ്ട് മാന്യ സ്ത്രീകളുടെ കണ്ണീര് പതിക്കാതിരിക്കുമോ എന്നാണ് പ്രേക്ഷകർ, സിനിമയുമായി ബന്ധപ്പെട്ടവർ, ഇവരായിട്ട് അടുപ്പമുള്ളവർ ചോദിച്ചതെന്ന് ആലോചിക്കണം. അത് ഉണ്ടാകുമോ ഉണ്ടാവുകയെന്നുള്ളതല്ല, നിരവധി കേസുകളാണെന്ന് ആലോചിക്കണം. നിരവധി പേരാണ്. മുകേഷ് വെറും ഒരു സിനിമാ നടനല്ല. 2 പ്രാവശ്യം, രണ്ടാമത്തെ MLA ആണ്. 2 മാസം മുമ്പ് ലോകസഭയിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കൊല്ലത്തുനിന്ന് മത്സരിച്ച ആളാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഗോഡ് ഫാദർ പുറകിലുണ്ട്. പക്ഷെ കൊല്ലത്തെ പാർട്ടി
മുകേഷിൻ്റെ പുറകിലില്ല. അന്നും അവർ പറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്താ, കമ്മ്യൂണിസ്റ്റ് ത്യാഗം ചെയ്തവരുണ്ട്, പ്രശസ്തരുണ്ട്, അതിനുവേണ്ടി വെള്ളം മാത്രം കോരിയവരുണ്ട്. ആലോചിക്കണം. അതില്ലാതെ എല്ലാ കാര്യത്തിനും ഈ മുകേഷിൻ്റെ പേര് പറഞ്ഞ് അന്ന് തന്നെ ഇവിടെ കണക്ക് കൂടിയിരുന്നു, ഇത് 8 നിലയിൽ പൊട്ടാൻ പോകണമെന്നുള്ളത്. അതൊക്കെ സംഭവിച്ചു. ഇപ്പോൾ കേസ് ആദ്യമായിട്ടല്ല, മുകേഷിൻ്റെ പേരിൽ മുമ്പും കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്നും മുകേഷിനെ സംരക്ഷിച്ചു. ഇപ്പോൾ നീണ്ട നില വന്നിരിക്കുകയാണ്. ഇന്നും ഞങ്ങൾ ഈ സംസാരിക്കുന്നത് വരെ രാജിവെച്ചിട്ടില്ല എന്നായിരിക്കണം. രാജിവെച്ചിട്ടില്ലെങ്കിൽ മുകേഷിന് ഒരു കുഴപ്പമില്ല. കാരണം മുകേഷ് ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനല്ല. മുകേഷ് ഏത് പാർട്ടി വിളിച്ചാലും പോയി നിൽക്കുന്ന ഒരാളാണെന്ന് ആലോചിക്കണം. അതേ സ്ഥാനത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടം സംഭവിക്കാൻ പോകുന്നു. കൊല്ലം മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നു. കൊല്ലം മണ്ഡലം മാത്രമായിരിക്കില്ല, ഈ ഗവൺമെൻറ്, ഈ LDF നേതാക്കന്മാർ ഒന്നടങ്കം ഇങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഇവിടെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്നാലോചിക്കണം. മണ്ടന്മാരല്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തെളിയിച്ച് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഇനിയൊരു മന്ത്രിസഭ വേണ്ടെങ്കിൽ അവസാനത്ത് കേരളത്തിൻ്റെ അവസാന മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഇവിടെ വെച്ച് എല്ലാം ചെയ്യാമെന്നുള്ളതാണത്. പക്ഷെ പിണറായി സഖാവ് അങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പറയണം, മുകേഷേ രാജിവെക്കൂ എന്നാണ്. അപ്പോൾ ചോദിക്കും, തെളിവുകൾ, അതായത് മുകേഷിനെ ബാർഗെയിൻ ചെയ്തുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അത് കാണിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ വെറുതെ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ എന്തിനാണ് മുകേഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? അതിനൊരു കാരണം ഉണ്ടാവണ്ടേ? വെറുതെ വന്നിട്ട് മുകേഷ് എനിക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയും എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീ തനിക്ക് അനുഭവപ്പെട്ട വേദനകൾ, പീഡന എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുകേഷ് സമർപ്പിക്കുന്നത് എന്താ? എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സമ്മതിക്കുന്നു. നമ്മളിതൊന്നും രണ്ടും കണ്ടിട്ടില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അതിന് കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് മുകേഷ് തുറന്ന് പറയണ്ടല്ലേ? ഇപ്പോൾ ഒരു MLA കൂടിയല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നടങ്കം എന്ന് പറഞ്ഞാൽ ഈ കേരളം ഒന്നടങ്കം, സാംസ്കാരിക കേരളം ഒന്നടങ്കം, ഈ ജനാധിപത്യ രീതി ആഗ്രഹിക്കുന്ന ഒന്നടങ്കം പറയുന്നു, ഇന്ന് രാത്രിക്ക് മുമ്പെങ്കിലും മുകേഷ് അന്തസ്സായി രാജിവെച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുള്ളതാണത്. അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിവിടെ പലർക്കും പറയാനുണ്ടായും, അത് കുറേ നാറ്റിക്കും. അത് നിങ്ങൾ നാറിയില്ലെങ്കിലും അത് ഈ മുന്നണിയെ നാറ്റിക്കും, ഇതിലെ നേതാക്കന്മാരെ നാറ്റിക്കും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നാറ്റിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട.